വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് മെയ് 11 മൺഡേ ആണ്. 2 ഡേയ്സ് ഹോളിഡേയ്സിന് ശേഷം മാർക്കറ്റ് വീണ്ടും റീഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം 9 o'clock വരെയുള്ള മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളുടെ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിലും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രമായിരിക്കണം. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് പോകാം. അപ്പൊ മാർക്കറ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബൈയിലേക്കായിരുന്നു, രണ്ട് സൈഡിലേക്കും. ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ എന്ന് പറയുന്ന മാർക്കറ്റുകൾ വളരെ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നിലവിൽ വന്നിരിക്കുന്നത് സെൽ ഡയറക്ഷനിലേക്കാണ്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത്, അതായത് 1 hour വരെ ടൈം ഫ്രെയിമുകളെല്ലാം സെൽ ഡയറക്ഷനിലേക്കും, ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും ബൈ ഡയറക്ഷനിൽ തന്നെയാണുള്ളത്. അപ്പൊ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഏകദേശം 4714 മാർക്കറ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് 4700 നിന്ന് ഒരു ഡൗണിലേക്കാണ്, ഏകദേശം 4670 വരെയാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4705.32 ആണ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഡൗൺ ആയിട്ട് 4675 വരെയാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം അപ്പോൾ ഏകദേശം നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് 4705 706 ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ നിന്നാൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 4710 4720 വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് മേ ബി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ്, ഒരു സെൽ ട്രേഡ്, നമ്മളൊരു ലോങ് ഒരു ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതലും സെൽ ട്രേഡ് ആയിരിക്കും കൂടുതൽ റൺ ചെയ്യാനുള്ള സാധ്യതകൾ നിലവിലത്തെ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് കാണുന്നത്. ഇപ്പൊ കറന്റ് രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ്സ് കാര്യങ്ങളുണ്ട്, പക്ഷെ സെല്ലാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്, അതായത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിൽ നിൽക്കുന്നത് കൊണ്ട് സെല്ലിലേക്ക് തന്നെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഏത് ട്രെൻഡിലാണോ നിൽക്കുന്നത് അതിലേക്ക് തന്നെ, ഇപ്പൊ രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിലും ലാസ്റ്റ് ഒരു ലോങ് റൺ ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡിന് അനുസരിച്ചിട്ടായിരിക്കും. ചില സമയങ്ങളിൽ മാത്രമാണ് ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയും ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സ് ആവുകയും ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കറന്റ് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ല് തന്നെയാണ്, അതുപോലെ തന്നെ സെല്ലിലേക്ക് തന്നെയാണ് ഡയറക്ഷനും കൂടുതലായിട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ബൈ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ 4670-75 റേഞ്ചിനുള്ളിൽ നമുക്ക് ഒരു ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ നമുക്ക് അതൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് പ്രോഫിറ്റ് ആയിട്ടുമുണ്ട്. 4670 ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ 4650, 60, 40 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4706 ബ്രേക്ക് ചെയ്ത 4718, 28, 38, 46 ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് 4728, 32 റേഞ്ചുകൾ. അതുപോലെ തന്നെ പിന്നെ അവിടെ നിന്നും ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് 4738 ടു 4748 റേഞ്ചുകളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ഏറ്റവും ഹൈ ലെവലിലേക്ക് പോയിരുന്നത് 4764-75 വരെയാണ് മാർക്കറ്റ് ഹൈ റേറ്റിലേക്ക് പോയിരുന്നത്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സെല്ലിലേക്ക് ഗോൾഡ് കൂടുതലായിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇന്ന് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലോങ് റണ്ണിനൊക്കെ കൂടുതലും സെൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക. പിന്നീട് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ 4648, 4628 പോയിന്റ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അത്രയും ഡൗൺ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ബൈ പ്ലേസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ
നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും സെൽ ഡയറക്ഷനിലേക്കാണ് കൂടുതൽ മൂവ്മെന്റ്സ് ഉള്ളത്. അപ്പൊ സെല്ലിലേക്ക് ട്രേഡ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അതായത് കയറി വരുമ്പോൾ വീണ്ടും വീണ്ടും സെൽ എടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ഓരോ ടൈം ഫ്രെയിം മാറുക, അതായത് ഓരോ സമയം മാറുന്തോറും മാർക്കറ്റിന്റെ ഡയറക്ഷൻ മാറാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഏത് സമയത്താണോ ട്രേഡ് ചെയ്യുന്നത് അതിന്റെ പ്രീവിയസ് ചാർട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ്സ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് ട്രേഡ് എടുത്താലും കറക്റ്റ് ആയിട്ടുള്ള SL വെച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. നമ്മളുടെ ഫണ്ടിനനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പർ SL വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോവില്ല. നമ്മൾക്ക് പ്രോപ്പർ SL ഇല്ലാതെയും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഫണ്ടും ഹ്യൂജ് ലിവറേജസ് ഒക്കെ എടുത്ത് ഹ്യൂജ് ലോട്ട് സൈസുകളും എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോവുക. സിസ്റ്റമാറ്റിക്കലി നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഇൻകം സോഴ്സ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ട്രേഡ് എടുക്കുന്നതിന് മുന്നേ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് മാത്രം എൻട്രി എക്സിറ്റ് അതുപോലെ തന്നെ കറക്റ്റ് SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിന്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ നമ്മൾ ഒരു ഫ്രീ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ മാർക്കറ്റ് അനാലിസിസ് അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്